വാഴ്ത്തപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ 12 മക്കളുണ്ട്. അതിൽ ഞാൻ 5ാമത്തെ ആളാണ്. എൻ്റെ പെങ്ങൾ ഞങ്ങളെയൊക്കെ വളർത്തിയത് അമ്മ വളർത്തുന്നത് പോലെയാണ്. കാരണം 12 മക്കളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാം മക്കളെ ശ്രദ്ധിക്കാനായിട്ട് അമ്മയ്ക്ക് അത്ര സമയം കിട്ടുന്നു. എന്നാൽ അതുകൊണ്ട് പെങ്ങളാണ് ഞങ്ങളെയൊക്കെ വാസ്തവത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറയാം. അന്ന് ഞങ്ങൾക്ക് ഇത് കൃഷിയുമല്ല, എന്നാൽ കച്ചവടം ആണ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ശരിയാണ്. അന്ന് അപ്പന് റേഷൻ കടയും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവ മക്കളെ പ്രതിനിധീകരിച്ച് മുസ്ലിംസും ഹിന്ദുക്കളുടെയും ഒരു കേന്ദ്രമായിരുന്ന കാലടി കൊറ്റമം ഭാഗത്തു നിന്നും ഞങ്ങൾ അങ്കമാലിയിലേക്ക് താമസം മാറ്റുകയാണ്. അങ്ങനെ ദൈവഭാഗത്ത് ഉറച്ച് വരുന്നതിനും ദൈവപക്ഷത്ത് പ്രയോജനമുള്ളവരായി തീരുന്നതിനും അങ്ങനെ ഇന്ന് ഞങ്ങളുടെ 12 മക്കളിൽ 9 പേര് ഇപ്പോൾ പെങ്ങളിപ്പോൾ കടന്നുപോയി, 2 പേര് നേരത്തെ കടന്നുപോയി. അങ്ങനെ 9 പേര് ഇപ്പോഴും ജീവിതത്തിൽ. ഇത്രയും പറഞ്ഞത് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന വാക്കുകളെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്നു. ആ ഭാഗ്യാവസ്ഥയിലേക്ക് എന്റെ മൂത്തപ്പെങ്ങളും ഇപ്പോൾ കടന്നുപോയി. ഇനിയും കർത്താവ് അനുവദിക്കുന്ന എല്ലാ നല്ല പാതകളിലൂടെയും മുൻപോട്ട് പോകുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രിയ ഭവനത്തിൽ കർത്താവ് ധാരാളമായിട്ട് ആദരിക്കണം. കർത്താവ് തരുന്ന കയ്പിന്റെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായി എന്ന് വന്നാലും അവിടെ വിഷമില്ല, അത് ഓടിക്കണം. ഈ പ്രിയ മാതാവ് വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ വളരെയേറെ സന്തോഷത്തിന്റെ കാലം ദൈവം അനുവദിച്ചു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് എഴുതിയിട്ടുള്ള തക്കവണ്ണം കർത്താവിനാൽ മാന്യതയായിട്ട് നിലനിൽക്കുവാൻ, അനേകർക്ക് ആശ്വാസം അരുളുവാൻ തക്കവണ്ണം നിലപ്പെട്ടു, പരിപാലിച്ചു. അവിടുത്തെ തിരുനാമം ഇതിലേക്ക് വാഴ്ത്തപ്പെടുവാനായിരുന്നു.